മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. നാളെ ഏപ്രിൽ 9 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒറ്റ ഘട്ടമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടപടികൾ പൂർത്തിയാക്കാൻ പോകുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലെയും മത്സരങ്ങളുടെ ഒരു പൊതുവായ നിരീക്ഷണം അവതരിപ്പിക്കുകയാണ് എന്ന് ഉദ്ദേശിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ ആകെ 5 സീറ്റുകളാണുള്ളത്. അവിടെ LDFന് 3 സീറ്റുകൾ നേടാനാകും, UDFന് 2 സീറ്റുകളിൽ വിജയമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മഞ്ചേശ്വരം കെ സുരേന്ദ്രൻ വിജയിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കടുത്ത പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുന്നു. അവിടെയും കടുത്ത മത്സരമാണ്. എതിർ സ്ഥാനാർത്ഥി CPIMലെ VPP മുസ്തഫയാണ്. ഇവർ തമ്മിലുള്ള പോരാട്ടം വളരെ വാശിയേറിയതാണ്. ആര് ജയിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കണ്ണൂരിൽ 11 മണ്ഡലങ്ങളാണുള്ളത്. പയ്യന്നൂർ, തളിപ്പറമ്പ്, അഴീക്കോട്, കൂത്തുപറമ്പ് എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം നടന്നു. നമുക്കറിയാം, പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPMന്റെ അടിത്തറ ഇളക്കിക്കൊണ്ട്, അസ്ഥിവാരം തോണ്ടിക്കൊണ്ട് ആ പാർട്ടിയിലെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള, സ്വജനപക്ഷപാതത്തിനെതിരായിട്ടുള്ള, ജീർണതകൾക്കെതിരായിട്ടുള്ള പോരാട്ടവുമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ധർമ്മടം, മട്ടന്നൂർ, കല്യാശ്ശേരി, തലശ്ശേരി എന്നീ മണ്ഡലങ്ങളിൽ സാധാരണ LDF കുത്തകയാണ്. അവിടങ്ങളിൽ LDF തന്നെ വരാൻ തന്നെയാണ് സാധ്യത. വളരെ കടുത്ത മത്സരം അവിടെ നടക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ മട്ടന്നൂരിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കേരളത്തിൽ. അത് കഴിഞ്ഞാൽ ധർമ്മടമാണ്. ഈ 2 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള പൊതു നിരീക്ഷണം നിലവിലുണ്ട്. കണ്ണൂരും ഇരിക്കൂറും പേരാവൂരും UDF മേൽക്കൈയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. കോഴിക്കോട്ടേക്ക് വന്നാൽ 13 മണ്ഡലങ്ങളാണ് അവിടെയുള്ളത്. അതിൽ വടകര, നാദാപുരം, കുറ്റിയാടി, കൊയിലാണ്ടി, കൊടുവള്ളി എന്നീ മണ്ഡലങ്ങൾ UDF മുന്നേറ്റമുള്ള മണ്ഡലങ്ങളായി കരുതപ്പെടുകയാണ്. ബാലുശ്ശേരി, തിരുവമ്പാടി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം എന്നിവിടങ്ങളിൽ LDFന് മുൻതൂക്കമുള്ളതായും കരുതപ്പെടുന്നു. പേരാമ്പ്രയിൽ ശക്തമായ പോരാട്ടമാണ്. തുടക്കത്തിൽ വളരെ ശിശുവായി കണ്ട ഫാത്തിമ തഹ്ലി എന്ന UDF സ്ഥാനാർത്ഥി ഇപ്പോൾ ഏതാണ്ട് ജയിക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വയനാട്ടിലേക്ക് വന്നാൽ 3 മണ്ഡലങ്ങളാണ്. അതിൽ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി എന്നീ മണ്ഡലങ്ങളിൽ UDF നിലനിർത്താൻ സാധ്യതയുണ്ട്. മാനന്തവാടിയിൽ OR കേളവും സീറ്റ് നിലനിർത്താനാണ് സാധ്യത. അത്തരത്തിലാണ് മത്സരത്തിൻ്റെ അന്തരീക്ഷം നിലവിലുള്ളത്. മലപ്പുറത്ത് 16 സീറ്റുകളുണ്ട്. അതിൽ UDFൻ്റെ ശക്തി ദുർഗമായുള്ള കോട്ടയായിട്ടുള്ള മലപ്പുറത്ത് 14 സീറ്റുകളിൽ UDF വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. 2 സീറ്റുകളിൽ പൊന്നാനിയിലും തവനൂരിലും ഇടതുപക്ഷത്തിന് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ ലേറ്റസ്റ്റ് ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പണം കൊടുത്തു, സാരി കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ കോൺഗ്രസ് CPM സ്ഥാനാർത്ഥികൾ
അവരോടൊപ്പം പ്രശസ്തരല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫിഗറായി ഇതുവരെ ആരും കാണുന്നില്ല. അതേപോലെ തന്നെയാണ് മന്നാർ ഖാദർ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉടമയാണ് അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സാധ്യത ശോഭാ സുരേന്ദ്രന് കാണുന്നുണ്ട് എന്ന് വേണം നിരീക്ഷിക്കാൻ. അതുപോലെ തൃശ്ശൂരിൽ ഇടത് കോട്ടയായിട്ട് എപ്പോഴും നിലനിൽക്കാറുള്ളതാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർ, മണലൂർ, ചാലക്കുടി UDF ഉറപ്പ് പറയുന്ന മണ്ഡലങ്ങളാണ്. അതേ അവസരത്തിൽ തന്നെ കൊല്ലൂർ, പുതുക്കാട്, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, ഗുരുവായൂർ, കയ്പമംഗലം, ചേലക്കര എന്നീ മണ്ഡലങ്ങളിൽ LDF ഉറപ്പാണെന്ന് കരുതുന്ന മണ്ഡലങ്ങളുമാണ്. എറണാകുളത്താണെങ്കിൽ പിറവം, മൂവാറ്റുപുഴ, അങ്കമാലി, പറവൂർ, ആലുവ, തൃക്കാക്കര, എറണാകുളം മണ്ഡലങ്ങൾ UDF മേൽക്കൈ എന്ന് അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ കളമശ്ശേരി, തൃപ്പൂണിത്തറ, വൈപ്പിൻ എന്നിവിടങ്ങളിൽ LDFനും സാധ്യത പറയുന്നുണ്ട്. കോതമംഗലം, പെരുമ്പാവൂർ, കുന്നത്തുനാട് എന്നിവിടങ്ങളിൽ മത്സരം ശക്തമായി നടക്കുകയാണ്. എന്തെന്നും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ഇടുക്കിയിൽ UDF മുൻതൂക്കമാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളും LDF വിജയിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. തൊടുപുഴ ഏതാണ്ട് UDF ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. പീരുമേട്ടിലും MK സലീം കുമാർ എന്ന് പറയുന്ന CPI സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിക്കുന്നത് അവിടുത്തെ DCC പ്രസിഡന്റ് സിറിയക് തോമസ് ആണ്. അദ്ദേഹത്തിന് മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ്. ദേവികുളത്ത് ശക്തമായ വീറുറ്റ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. നിലവിലെ MLA A. രാജ വിജയിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കനത്ത വെല്ലുവിളിയാണ് മുൻ MLA BJPയിൽ പോയ S. രാജേന്ദ്രൻ ഉയർത്തുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഉടുമ്പൻചോലയിൽ ഇപ്രാവശ്യം KK ജയചന്ദ്രൻ ജയിക്കാൻ സാധ്യത വളരെ കുറവായി കാണുന്നു. അവിടെ MM മണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ MM മണി അവിടെ KK ജയചന്ദ്രന് നടുവിരൽ നമസ്കാരം കൊടുക്കും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ UDF ജയിക്കാനാണ് സാധ്യത. കോട്ടയത്ത് വന്നാൽ തിരുവഞ്ചൂർ, ചാണ്ടി ഉമ്മൻ എന്നിവരുടെ വിജയം ഏതാണ്ട് സുനിശ്ചിതമാണ്. കടുത്തിരുത്തിയിൽ മോൻസ് ജോസഫും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ രീതിയിലാണ്. പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ LDF ജയിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റുമാനൂരിൽ UDFക്ക് VN വാസവൻ അവിടെ വിയർക്കുന്നു എന്നുള്ളതാണ് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പാലായിൽ മാണി C. കാപ്പൻ തന്നെ തുടരുമെന്നുള്ള ശക്തമായ സൂചനകൾ നൽകുന്ന നിമിഷങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലം വരെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നോക്കിയാൽ LDF 3 സീറ്റിലും UDF 6 സീറ്റിലും അവിടെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നിരീക്ഷിക്കാം. ആലപ്പുഴയിൽ 9 സീറ്റുകളാണുള്ളത്. G. സുധാകരൻ ഫാക്ടർ തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയിലാകെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ മാവേലിക്കര, ചെങ്ങന്നൂർ, ആലപ്പുഴ, ചേർത്തല മണ്ഡലങ്ങളിൽ LDF വിജയിക്കാനും സാധ്യത ആണ് കാണാനുള്ളത്, നിരീക്ഷിക്കാനുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളുണ്ട്. കഴിഞ്ഞ തവണ 5 സീറ്റും LDF ആയിരുന്നു നിലനിർത്തിയതെങ്കിൽ ഇത്തവണ റാന്നി, അടൂർ, ആറന്മുള മണ്ഡലങ്ങളിൽ UDFന് സാധ്യത ഉള്ള മത്സര ചിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. തിരുവല്ല, കോന്നി എന്നിവിടങ്ങളിൽ LDFും വിജയിക്കാൻ സാധ്യതയുണ്ട്. കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലം, ചവറ, കുന്നത്തൂർ, കൊട്ടാരക്കര, ചടയമംഗലം, കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിൽ UDF വിജയിക്കാനുള്ള സാധ്യത കാണുകയാണ്. അതോടൊപ്പം തന്നെ ചാത്തന്നൂരിൽ BJPയുടെ A+ മണ്ഡലം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നതാണ് BB ഗോപകുമാർ BJP സ്ഥാനാർത്ഥി. ഒരുപക്ഷെ അത്ഭുതം സംഭവിച്ചാൽ
അവിടെ BJP സ്ഥാനാർത്ഥി കൊല്ലം ജില്ലയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും എന്നുള്ളതും ഒരു രസമാണ്. പിന്നെ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നമുക്കറിയാവുന്നതുപോലെ കടുത്ത പോരാട്ടമാണ് 14 മണ്ഡലങ്ങളിൽ നടക്കുന്നത്. അതിൽ ഏതാണ്ട് UDFന് 8 സീറ്റുകൾ വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മത്സര സമാപനമാണ്, മത്സര വാശിയാണ് അവിടെ കണ്ടത്. LDFന് 6 സീറ്റും ലഭിക്കാവുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് നിയമത്തെ തെരഞ്ഞെടുപ്പ് ഫലം UDFന് അനുകൂലമായി വരും എന്നുള്ള നിരീക്ഷണമാണ് പൊതുവെ മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഇങ്ങനെയാണ് കേരളത്തിലെ പൊതുവായൊരു ചിത്രം പ്രചാരണത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് നിരീക്ഷിക്കാവുന്നത്. ഇതൊരു പ്രവചനമല്ല, ഒരു നിരീക്ഷണം മാത്രമാണ്. പ്രചാരണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ പൾസറിഞ്ഞ ഒരു നിരീക്ഷണം മാത്രമാണ്. എന്തായാലും അതിൻ്റെ റിസൾട്ട് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ജനങ്ങൾ തന്നെയാണ് അന്തിമമായി തീരുമാനിക്കുന്നത്. അത് നമുക്ക് മെയ് 4-ന് അറിയാം. അതുവരെ കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.